വ്യാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് മടങ്ങുകയാണ് കോഴിക്കോട് നോർത്തിൽ നിന്നുള്ള UDF MLA കെ ജയന്ത്. കഴിഞ്ഞ കുറേ നാളുകളായി ഇടതുപക്ഷം കൈവശം വെച്ചിരുന്ന ഒരു മണ്ഡലം കോഴിക്കോട് നോർത്ത്. ആ കോഴിക്കോട് നോർത്തിൽ നിന്നും വിജയിച്ചെത്തി അട്ടിമറി വിജയമാണ് ഇത്തവണ കോഴിക്കോട് പല മണ്ഡലങ്ങളിൽ UDFനുണ്ടായത്. അക്കൂട്ടത്തിലുള്ള ഒരു മണ്ഡലം കോഴിക്കോട് നോർത്ത്. കോഴിക്കോട് നോർത്തിൽ നിന്നും വിജയിച്ചെത്തിയ കെ ജയന്ത് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് മടങ്ങുകയാണ്. അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യാനെത്തുന്നത് കോന്നിയിൽ നിന്നുള്ള LDFൻ്റെ അംഗം KU ജനീഷ് കുമാറാണ് അടുത്തതായി എത്തുന്നത്. മറ്റ് പല മണ്ഡലങ്ങളിലും പത്തനംതിട്ടയിൽ വലിയ വെല്ലുവിളിയും അട്ടിമറിയും ഒക്കെ നടന്ന സമയത്തും തകരാതെ കാത്ത ഒരു ഇടത് കോട്ടയാണ് കോന്നി. ആ കോന്നിയിൽ നിന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ അംഗം KU ജനീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്യാനായി എത്തുന്നു. KU ജനീഷ് കുമാർ കഴിഞ്ഞ തവണയും മികച്ച വിജയം നേടിയാണ് സഭയിലേക്ക് എത്തിയത്. തുടർച്ചയായ രണ്ടാം തവണയും വിജയിച്ചെത്തിയ ജനീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്യും. എന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. KU ജനീഷ് കുമാർ കോന്നിയിൽ നിന്നുള്ള MLA, അദ്ദേഹമാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തത്. അമൽ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ തവണയും മികച്ച വിജയം നേടിക്കൊണ്ടാണ് അദ്ദേഹം നിയമസഭയിലേക്ക് എത്തിയത്. ഇത്തവണയും അങ്ങനെയാണ്. അതിശക്തമായ പോരാട്ടം നടന്ന മണ്ഡലമാണ്. വലിയ തരംഗമുണ്ടായപ്പോഴും ആ തരംഗത്തിലൊന്നും ആടിയുലയാൻ വിടാതെ കോന്നി നിയമസഭാ മണ്ഡലത്തിൽ നിന്നും കേരള നിയമസഭയിലേക്ക് KU ജനീഷ് കുമാർ തെരഞ്ഞെടുക്കപ്പെട്ട KU ജനീഷ് കുമാർ കോന്നിയിൽ നിന്നുള്ള അംഗം ഇപ്പോൾ CP ജോൺ. ഇന്ത്യ മഹാരാജ്യത്തിലെ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി CP ജോൺ, CMPയിൽ നിന്നുള്ള CP ജോണാണ് സത്യപ്രതിജ്ഞ ചെയ്യാനായി ഇപ്പോൾ എത്തുന്നത്. തിരുവനന്തപുരത്ത് നിന്നാണ് അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ചത്. നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ. CP ജോൺ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. സഗൗരവമാണ് അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ. CMPയുടെ സ്ഥാപക നേതാവ് CP ജോൺ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ നിന്നുമാണ് അദ്ദേഹം നിയമസഭയിലേക്ക് എത്തുന്നത്. ശരിയായ കമ്മ്യൂണിസ്റ്റ് താനാണ് എന്നുള്ളതാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. നിലവിൽ നമ്മുടെ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരേ ഒരു മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. CMPയിൽ നിന്നും CP ജോൺ കേരള നിയമസഭയിലേക്ക്. CP ജോൺ ഇപ്പോൾ ഡയസിലേക്ക് എത്തി G സുധാകരനെ അഭിസംബോധന ചെയ്യുകയാണ്. ഗതാഗത വകുപ്പ് മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഒരുപാട് വെല്ലുവിളികളാണ് CP ജോണിനെ കാത്തിരിക്കുന്നത്. സ്ത്രീകളുടെ KSRTC ബസ്സിലെ സൗജന്യ യാത്ര അടക്കമുള്ള പദ്ധതികൾ നടപ്പാക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ചുമതല ഏറ്റെടുത്ത ശേഷമാണ് CP ജോൺ ഇപ്പോൾ MLA ആയി നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു.
മൂന്നാം തവണയും വർക്കലയിൽ നിന്നും വിജയിച്ചെത്തിയ വി ജോയിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ സെക്രട്ടറിക്ക് മുൻപാകെ എത്തി ഒപ്പിടുന്നു വി ജോയി. ശക്തമായ മത്സരം വർക്കലയിൽ ഇത്തവണ വർക്കല കഹാറിൽ നിന്ന് നേരിട്ടു. പക്ഷേ കാര്യമായ അട്ടിമറികൾ ഒന്നും നടത്താൻ അവിടെ UDF കഴിഞ്ഞില്ല. വലിയ വിജയം നേടിയതായാലും ഈ മറ്റ് മണ്ഡലങ്ങളിൽ നേരിട്ട പ്രതിസന്ധികളെല്ലാം ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിലുള്ള പ്രവർത്തനവും അതോടൊപ്പം തന്നെ ജനങ്ങൾക്കിടയിലുള്ള ആഴത്തിലുള്ള ബന്ധവും വോട്ടാക്കി മാറ്റി വിജയിച്ചെത്തിയ വി ജോയി സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്ത് ഇപ്പോൾ ഡയസിലേക്ക് എത്തി G സുധാകരനെ അഭിസംബോധന ചെയ്യാനായി പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനിയുള്ളത് വി എസ് ജോയി സത്യപ്രതിജ്ഞ ചെയ്യാനെത്തുന്നു. തവനൂരിൽ നിന്നുള്ള UDF അംഗം. പലപ്പോഴും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് അടക്കം വരുമ്പോൾ പരിഗണിച്ച് കേട്ടിരുന്ന ഒരു പേര്. നിലമ്പൂരിലടക്കം വി എസ് ജോയി എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് വി എസ് ജോയി. തവനൂരിൽ നിന്നുള്ള UDF അംഗം വി എസ് ജോയി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. KSUവിൻ്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ്, KSUവിൻ്റെ അതിനുശേഷം KPCC ജനറൽ സെക്രട്ടറി, പിന്നീട് മലപ്പുറത്തിൻ്റെ DCC പ്രസിഡന്റ്, മികച്ച സംഘാടകൻ, അങ്ങനെയെല്ലാം കഴിവ് തെളിയിച്ച വി എസ് ജോയി തവനൂരിൽ നിന്നും ഇത്തവണ വിജയിച്ച് മികച്ച വിജയം നേടിയാണ് സഭയിലേക്ക് എത്തുന്നത്. വി എസ് ജോയി സത്യപ്രതിജ്ഞ ചെയ്ത് ഇപ്പോൾ G സുധാകരനെ അഭിസംബോധന ചെയ്യാനായി ഡയസിലേക്ക് എത്തുകയാണ്. ജ്യോതികുമാർ ചാമക്കാലയാണ് സത്യപ്രതിജ്ഞ ചെയ്യാനായി അടുത്തതായി എത്തുന്നത്. പത്തനാപുരത്ത് അട്ടിമറി വിജയം. ഈ തിരഞ്ഞെടുപ്പിൽ കേരളം കണ്ട ഏറ്റവും വലിയ അട്ടിമറികളിലൊന്ന് പത്തനാപുരത്ത് അട്ടിമറി വിജയം നേടി KB ഗണേഷ് കുമാറിനെ പരാജയപ്പെടുത്തി സഭയിലേക്ക് എത്തുന്ന ജ്യോതികുമാർ ചാമക്കാലയാണ് അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യാനായി എത്തുന്നത്. ഇളകാത്ത കോട്ട എന്ന് ഇടതുപക്ഷം കരുതിയിരുന്ന, അല്ലെങ്കിൽ ഗണേഷ് കുമാർ കരുതിയിരുന്ന ഒരു കോട്ട പൊളിച്ച് സഭയിലേക്ക് എത്തിയ ജ്യോതികുമാർ ചാമക്കാലയാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാനായി സ്പീക്കറുടെ ഡയസിന് മുന്നിലേക്ക് എത്തുന്നത്. ജ്യോതികുമാർ ചാമക്കാല എന്ന ഞാൻ നിയമസഭയിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ജ്യോതികുമാർ ചാമക്കാല സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിനൊടുവിലാണ് അദ്ദേഹം നിയമസഭയിലേക്ക് എത്തുന്നത്. മന്ത്രിയെ തോൽപ്പിച്ചാണ് അദ്ദേഹം എത്തുന്നത്. ഗണേഷ് കുമാറുമായിട്ടുണ്ടായ മത്സരം ചാനൽ ചർച്ചകളിൽ നിറഞ്ഞു നിന്നിരുന്ന മുഖം കോൺഗ്രസ് ഇക്കാലം അത്രയും നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ UDF അദ്ദേഹം മുന്നിലുണ്ടായിരുന്നു. അദ്ദേഹം അതിൻ്റെയൊക്കെ തെരഞ്ഞെടുപ്പ് കോർഡിനേഷനിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ജ്യോതികുമാർ ചാമക്കാല ഇത്തവണ അദ്ദേഹം സഭയിലേക്ക് എത്തുകയാണ്. സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ സെക്രട്ടറിയുടെ അടുത്ത് പോയി ഒപ്പുവയ്ക്കാനായി അദ്ദേഹം നീങ്ങുന്നു. ഒപ്പം തന്നെ പ്രോട്ടേം സ്പീക്കറെ അഭിവാദ്യം ചെയ്യുന്നു. പത്തനാപുരത്ത് അട്ടിമറി വിജയം നേടി സഭയിലേക്ക് എത്തിയ ജ്യോതികുമാർ ചാമക്കാലയുടെ സത്യപ്രതിജ്ഞ ചടങ്ങാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനിയുള്ളത് തിരുവമ്പാടിയിൽ നിന്നുള്ള CK കാസിം. ലിൻഡോ ജോസഫിനെ പോലെ കരുത്തനായ, കഴിഞ്ഞ സഭയിലെ ഭരണപക്ഷ നിരയിലെ കരുത്തനായിരുന്ന ലിൻഡോ ജോസഫിനെ പരാജയപ്പെടുത്തി സഭയിലേക്ക് എത്തിയ CK കാസിമിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. 45ാമത്തെ അംഗമായാണ് ഇപ്പോൾ. 45 പേർ ഇതിനോടകം തന്നെ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്നത് 95 ആളുകൾ കൂടി. 95 പേരുടെ സത്യപ്രതിജ്ഞ കൂടി ഇനി നടക്കാനുണ്ട്. CK കാസിം സത്യപ്രതിജ്ഞ. നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. തിരുവമ്പാടി MLA CK കാസിമിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങാണ് നമ്മളിപ്പോൾ കണ്ടത്. CK കാസിം തിരുവമ്പാടിയിൽ ലിൻഡോ ജോസഫിനെ പോലെ LDF ഒരു യുവമുഖത്തെ പരാജയപ്പെടുത്തി സഭയിലേക്ക് എത്തിയ CK കാസിം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നിയമസഭാംഗം സത്യപ്രതിജ്ഞ ചെയ്ത് മടങ്ങുന്നു.